കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി കൊച്ചി കാക്കനാട്ട് സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന സംഭവങ്ങൾ വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വിളംബരമാണ്. സഭയുടെ പരമാധികാര സമിതിയായ സിനഡ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ആരും അറിയാതെ രാത്രിയുടെ മറവിൽ സതീശൻ അവിടെ എത്തിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയായിരുന്നു. തന്റെ ഔദ്യോഗിക വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഗൺമാന്മാരെയും പൂർണ്ണമായും ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലായിരുന്നു അദ്ദേഹം സഭ ആസ്ഥാനത്തേക്ക് എത്തിയത്. ഈ രഹസ്യാത്മകത തന്നെയായിരുന്നു ഈ നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. CPM ഭരിക്കുന്ന പിണറായി സർക്കാർ തങ്ങളോട് ക്രൂരമായ അവഗണനയാണ് കാണിക്കുന്നത് എന്ന് സഭ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സതീശന്റെ ഈ സന്ദർശനം. സർക്കാർ സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായിരുന്നുവെന്നും സിനഡിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങളിലും ബഫർ സോൺ വിഷയങ്ങളിലും സർക്കാർ കാണിക്കുന്ന നിസ്സംഗത സഭയെ പ്രകോപിപ്പിച്ചു. ഈ അവസരം കൃത്യമായി വിനിയോഗിച്ച സതീശൻ സഭ നേരിടുന്ന എല്ലാ ആശങ്കകളിലും UDF ഒപ്പമുണ്ട് എന്ന ഉറച്ച ഉറപ്പ് അവിടെ നൽകി. സഭയുടെ ആർച്ച് ബിഷപ്പുമാരായ മാർ ആൻഡ്രൂസ് താഴ്ത്തും മാർ ജോസഫ് പ്ലാപ്പനാനിയും അടക്കമുള്ളവർ പ്രമുഖരുമായ അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ഗൗരവപരമായ ചർച്ചകളാണ് അവിടെ നടത്തിയത്. ഈ നീക്കം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ക്രൈസ്തവ വോട്ടുകളിൽ കടന്നുകയറാൻ മുഖ്യമന്ത്രിയും സംഘവും പല പദ്ധതികളും മെനയുമ്പോഴും സഭാ നേതൃത്വം കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്നു എന്നത് ഭരണപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു. സർക്കാർ പരാജയപ്പെട്ട ഇടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി വിശ്വാസം ആർജിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രഹരമേറ്റിരിക്കുന്നത് BJP ക്യാമ്പിനാണ്. ക്രൈസ്തവ സഭകളെ കൂടെ നിർത്താൻ കേന്ദ്ര നേതാക്കളെ ഇറക്കി BJP നടത്തിവന്ന എല്ലാ സ്നേഹ സംവാദങ്ങളും ഈ ഒരൊറ്റ നീക്കത്തിലൂടെ സതീശൻ വെട്ടിലാക്കി. കേന്ദ്ര സർക്കാരും BJPയും ക്രൈസ്തവർക്കെതിരെ വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന പീഡനങ്ങളും മണിപ്പൂർ വിഷയത്തിലെ നിശബ്ദതയും സഭയ്ക്കുള്ളിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭീതിയെ കോൺഗ്രസിനോടുള്ള വിശ്വാസമാക്കി മാറ്റാൻ സതീശന് സാധിച്ചു എന്നതാണ് കാര്യം. ഓപ്പറേഷൻ സഭ എന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിളിക്കുന്ന ഈ നീക്കം UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ തിരികെ എത്തിക്കുവാൻ സതീശൻ എന്ന തന്ത്രജ്ഞൻ നടത്തിയ മാസ്റ്റർ സ്ട്രൈക്കാണിത്. മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ചും രാഷ്ട്രീയ ശത്രുക്കൾക്ക് മണം പിടിക്കാൻ പോലും അവസരം നൽകാതെയും നടത്തിയ ഈ രാത്രികാല സന്ദർശനം കേരള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ അടിമുടി മാറ്റി വരയ്ക്കുമെന്ന് ഉറപ്പാണ്. CPMന്റെ അവഗണനയും BJPയുടെ രാഷ്ട്രീയ മോഹങ്ങളും ഒരുപോലെ തകർത്തെറിയുന്ന ഈ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ പിണറായി സർക്കാരിന് കനത്ത വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. സഭയുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുമെന്ന സതീശന്റെ ഉറപ്പ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മേൽക്കൈ നൽകും.